ഓം ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം മാമീ മള്ളിയൂർ വാഴും തിരുമേനി പദം. ഓം ധ്യായാമാധവളാവകുണ്ഡനവതി തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപംഗവിലോകിനീം ഭഗവതി മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം ശ്രീ അമൃതാനന്ദാത്മിക ഈശ്വരീ ശ്യാമാംഗീം മധുസിക്തസൂക്തിം ശ്രീ അമൃതാനന്ദാത്മിക ഈശ്വരീ ശ്രീ അമൃതാനന്ദാത്മിക ഈശ്വരീ. ഓം ഗം ഗണപതയേ നമഃ. ഓം ശം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായ ജയ് നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഹത്തായ ഗുരുദർശനം എന്ന ചടങ്ങിന്റെ 95-ാം ദിവസം. ഗുരുവാരമാണ്, പഞ്ചമിയാണ്. അമ്മയുടെ ചരിതം നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് 95 ദിവസമാവുകയാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഗുരുക്കന്മാരെ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന പുണ്യത്തിന് പങ്കാളികളാകുകയാണ് നമ്മൾ ഓരോരുത്തരും. വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത പുണ്യവും ഭാഗ്യവും നമ്മൾ നേടുകയാണ്. ഞാൻ പറയുന്ന അതിൽ പങ്കെടുക്കുന്ന അക്ഷയിനോടും അമൃതവർഷിണിയോടും ഒക്കെയാണ്, കുട്ടികളോടാണ് സംസാരിക്കുന്നത്. പുണ്യവും ഭാഗ്യവും നേടാനുള്ള മാർഗത്തിൽ പങ്കാളികളാകാൻ സൗഭാഗ്യം ലഭിക്കുക വളരെ അപൂർവമാണ്. ശ്രീരാമകൃഷ്ണദേവനെ, വിവേകാനന്ദ സ്വാമിയെ, ശ്രീനാരായണ ഗുരുദേവനെ, ചട്ടമ്പി സ്വാമിയെ, ശങ്കരാചാര്യരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അമ്മയെ നമുക്ക് കാണാം. അമൃതവർഷണിയുടെ ഒരു സ്വപ്നമായിരുന്നു അമൃതാനന്ദമയി ദേവിയുടെ ഈ കീർത്തനം ചൊല്ലി പഠിക്കുക എന്നത്. അതിപ്പോൾ സഫലമായി എന്നാണ് നമ്മുടെ സത്സംഗത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന സ്വപ്നയും അമൃതവർഷണിയും പറയുന്നത്. അമ്മയുടെ കീർത്തനം ചൊല്ലി നമ്മുടെ ഗ്രൂപ്പിൽ സ്വപ്ന ഇടുകയുണ്ടായി. അമൃതവർഷണിക്ക് വിദ്യാരംഭം കുറിച്ചത് അമ്മയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പേരിടുക, ശ്രീനാരായണ ഗുരുദേവൻ എഴുത്തിനെഴുത്തുക, ആ കാലഘട്ടത്തിലെ അവർക്ക് എത്രയോ വലിയ ഭാഗ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ കാലത്ത്. അമ്മയുടെ വാത്സല്യത്തിന് പാത്രമായി ഭവിക്കുക, അമ്മയെ നേരിൽ കാണാൻ സാധിക്കുക, അമ്മ നമ്മളോട് സംസാരിക്കുക, അമ്മ നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടുക, നമ്മൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ആധ്യാത്മികമായ മറുപടി നൽകി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക. അതിന് കേരളത്തിൽ നമുക്ക് ഇന്ന് കാണാൻ, കേരളത്തിന്റെ കൊല്ലം ജില്ലയിൽ ഓച്ചിറയ്ക്കടുത്ത് അമൃതപുരി എന്ന ഗ്രാമത്തെ ലോക ആധ്യാത്മിക ഭൂപടത്തിൽ എത്തിച്ചത് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി അമ്മയാണ്. അത് പറയുന്നതിന് എന്തിനാണ് നമ്മൾ മടിക്കുന്നത്?
ഞാനാണെങ്കിൽ 76 കോളേജിൽ പഠിക്കുമ്പോഴേ അമ്മയെ കണ്ടതാണ്. 2020 77 കാലഘട്ടങ്ങളും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത. അമ്മയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ മുതിർന്നവരും മനസ്സിലാക്കി കാണും, അമ്മ ആ നിലയിൽ തന്റെ ഗ്രാമത്തെ എത്തിച്ചതിന് അനുഭവിച്ച യാതനകള്, ക്ലേശങ്ങള്, കേട്ട അപവാദങ്ങള്, നേരിട്ട പ്രതിബന്ധങ്ങള്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണ ഭഗവാനും മുന്നോട്ട് പോയതുപോലെ അവർ പിന്നെ പുരുഷാവതാരങ്ങളെങ്കിലും ആയിരുന്നു. ഇത് അമ്മയാണ്. നേരിട്ടത് ശുംഭനെയും നിശുംഭനെയും ചണ്ഡനെയും മുണ്ടനെയും മഹിഷാസുരനെയും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഭാഗവത ഹംസം മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങൾ പറഞ്ഞത്, അമ്മയെ നിങ്ങൾ ഈ ശരീര രൂപത്തിൽ കാണരുത്, ദേവിയായി തന്നെ കണ്ടു. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് തൃപ്പാദങ്ങൾ പറഞ്ഞത്, അമ്മ സത്യസ്വരൂപിണിയാണ്, ഞാൻ ആ പാദത്തിലാണ് എത്തിയിരിക്കുന്നത്. പിന്നെയാണോ അജ്ഞരായ പുഴുക്കളായ നമ്മളെ ഈ പ്രകൃതിയിൽ ആരറിയും? നമ്മൾ ഈശ്വരീയമായ ധർമ്മത്തിൽ ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ ഫലം നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ലഭിക്കുന്നതാകുമ്പോഴേ കർമ്മം സഫലമാവും. അത് പറയുന്നതിന് ഞങ്ങളെ പോലുള്ളവർ മടിച്ചാൽ പിന്നെ ആര് പറയും? അമ്മയുടെ അവദാനങ്ങൾ വാഴ്ത്തുക, ഗുരുക്കന്മാരുടെ ജീവചരിത്രങ്ങൾ പഠിക്കുക, അറിയുക. മഹാത്മാക്കളായി ഈ മണ്ണിലേക്ക് വന്നവർ നമുക്ക് നൽകിയ സന്ദേശം എന്താണ്? അവർ ദോഷമൊന്നും ചെയ്തിട്ടില്ലല്ലോ നമുക്ക്. അവർ മുഖാന്തരം ഈ സമൂഹത്തിന് നന്മയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അവരെ കാട്ടിക്കൊടുക്കുക സമൂഹത്തിലേക്ക്. വേണ്ടവർ സ്വീകരിച്ചു. പുണ്യമുണ്ടെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ, യോഗമുണ്ടെങ്കിൽ എന്നേ ഉള്ളൂ. അമൃത സ്മരണകൾ എന്ന ആരാധ്യനായ അമ്മയുടെ വത്സല ശിഷ്യൻ, മഠത്തിന്റെ സെക്രട്ടറി പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ നിസ്വാർത്ഥതയുടെ പാഠങ്ങൾ എന്ന ഒരു ഭാഗം ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികൾക്കായി വായിക്കാം. അമ്മയെ കണ്ട ശേഷമുള്ള അനുഭവങ്ങൾ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ച് കഴിഞ്ഞിരുന്നു. നിരന്തരം അമ്മയെ മാത്രം സ്മരിച്ചുകൊണ്ടിരുന്നതിനാൽ മറ്റെല്ലാം മറക്കാൻ എളുപ്പമായി. പക്ഷെ ആ മറവി പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അത് സമ്മാനിച്ച ആനന്ദം അളവറ്റതായി. എല്ലാം മറക്കാനാണല്ലോ ധ്യാനവും ജപവും പൂജയും ഒക്കെ ചെയ്യുന്നത്. എല്ലാം മറക്കുന്ന അവസ്ഥയിലാണ് ഈശ്വരൻ ഉള്ളിൽ തെളിയുന്നത്. അഥവാ ഈശ്വരന്റെ സാന്നിധ്യത്തിൽ സകലതും മറന്നു പോകുന്നു. അതാണ് ഇവന് സംഭവിച്ചത്. ഒരു ശാസ്ത്രജ്ഞനായ യുവാവ് സ്വാമിജിയായപ്പോൾ എഴുതിയതാണെന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ അന്ധവിശ്വാസങ്ങൾക്ക് വഴങ്ങുന്നത് ശരിയാണ്. സുഹൃത്തുക്കളുടെ ചോദ്യശരങ്ങൾക്കും പരിഹാസങ്ങൾക്കും മുൻപിൽ പുഞ്ചിരിച്ചു നിൽക്കാൻ കഴിഞ്ഞു. ഞങ്ങളൊക്കെ ആധ്യാത്മിക പ്രവർത്തനത്തിന് വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണമായി ഇറങ്ങുമ്പോൾ എന്തെല്ലാം ചോദിക്കുമായിരുന്നു. സഹപ്രവർത്തകർ, കൂടെ പഠിച്ചവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. ഇങ്ങനെ പൂർണ്ണസമയം പോയാൽ എങ്ങനെയാവും ജീവിതം എന്ന് ചോദിച്ച എത്രയോ പേരുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് 1980 കാലഘട്ടങ്ങളാണ്. സ്വാമിജി ഇത് എഴുതുമ്പോഴാണ് നമ്മളും അത് ഓർക്കുന്നത്. നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ചവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും അന്തസ്സായി ശമ്പളം വാങ്ങുന്നവർ 1980 കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ പ്രഭാഷണത്തിന് പോയാൽ എങ്ങനെ ജീവിക്കും? ഭാഗവതവും രാമായണവും വായിക്കാം, പക്ഷെ അതിനെ പൂർണ്ണമായി ഇറങ്ങുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം. അതേപോലെയാണ് സ്വാമിജി തന്റെ പുസ്തകത്തിൽ അഭിമാനത്തോടെ എഴുതിയിരിക്കുകയാണ് എന്ന് നമ്മുടെ തലമുറ തിരിച്ചറിയണം. നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ അന്ധവിശ്വാസങ്ങൾക്ക് വഴങ്ങുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. സുഹൃത്തുക്കളുടെ ചോദ്യശരങ്ങൾക്കും പരിഹാസങ്ങൾക്കും മുൻപിൽ പുഞ്ചിരിച്ചു നിൽക്കാൻ കഴിയും.
അനുഭവം എങ്ങനെ അന്ധവിശ്വാസമാവും? അതാണ് സ്വാമിജിയുടെ ആ സെന്റൻസിന്റെ മഹത്വം. അനുഭവം എങ്ങനെ അന്ധവിശ്വാസമാവും? വിശദീകരിക്കാൻ മിനക്കെട്ടില്ല. അമ്മ വർഷിച്ച ഉന്മാദം വാസ്തവത്തിൽ തർക്കിക്കാനുള്ള ആവേശം കൂടി ഇല്ലാതാക്കി കഴിഞ്ഞു. മധ്യവേനൽ അവധിക്ക് കോളേജ് അടച്ചു. എന്നും അമ്മയുടെ അടുത്തു പോകാൻ സൗകര്യമായി. മിക്ക ദിവസങ്ങളിലും ഞാനും സ്വാമി അമൃത സ്വരൂപാനന്ദപുരി, ആശ്രമത്തിന്റെ വൈസ് ചെയർമാൻ, അമ്മയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, അന്ന് ബാലഗോപാൽ, ഇത് എഴുതുന്ന സ്വാമിജി അന്ന് ശ്രീകുമാർ, മിക്ക ദിവസങ്ങളിലും ഞാനും സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയും ഒരുമിച്ചായിരുന്നു അമ്മയെ കാണാൻ പോയിരുന്നത്. ആളുകൾ അധിക സമയം അവിടെ തങ്ങുന്നത് അമ്മയുടെ അച്ഛന് അത്ര ഇഷ്ടമായിരുന്നില്ല. അന്ന് ആശ്രമമായിട്ടില്ല, അമ്മയുടെ ഗൃഹമായിരുന്നു. എങ്കിലും പകൽ സമയം മുഴുവനും അമ്മയോടൊപ്പം കഴിയാൻ സൗകര്യം കിട്ടിയിരുന്നു. രാത്രി കാലങ്ങളിൽ ഓച്ചിറ ക്ഷേത്ര മൈതാനത്ത് പോയിരിക്കും. ഓച്ചിറയുടെ മഹത്വം ഞാൻ ഇന്ന് അവിടുത്തെ ഓൺലൈൻ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതും ഏതാണ്ട് ഓർമ്മയായ കാലം മുതൽ അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ. രാത്രി കാലങ്ങളിൽ ഓച്ചിറ ക്ഷേത്ര മൈതാനത്ത് പോയിരിക്കും. അവിടെയുള്ള ഒണ്ടിക്കാവിലിരുന്ന് ധ്യാനിക്കും. ഏതായാലും അമ്മയോട് അടുക്കുന്തോറും പ്രതിബന്ധങ്ങളും കൂടിക്കൂടി വന്നു. അന്ന് അമ്മയ്ക്ക് ഗൃഹസ്ഥ മക്കളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് തന്നോടായിരിക്കണം കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു ഓരോരുത്തരുടെയും മോഹം. അത് ഗൃഹസ്ഥ മക്കളുടെ ഇടയിൽ കടുത്ത മത്സരത്തിന് തന്നെ ഇടയുണ്ടാക്കി. ഞാനും ബാലഗോപാലും കൂടെ കൂടെ ആശ്രമത്തിൽ വരുന്നതും താമസിക്കുന്നതും ഗൃഹസ്ഥ മക്കളിൽ ചിലർക്ക് ഇഷ്ടമായില്ല. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് ദർശനത്തിനെത്തും, ഒരുമിച്ച് ഭജന പാടും, ഒരുമിച്ച് ധ്യാനിക്കും. ഇത് കാരണം അമ്മ ഞങ്ങളെ ഇരട്ട മക്കൾ എന്നാണ് വിളിച്ചിരുന്നത്. അന്ന് ഇരട്ട മക്കൾ എന്ന് വിളിച്ചിരുന്ന അമൃത സ്വരൂപാനന്ദപുരി സ്വാമിജിയും പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയും ഇന്ന് എവിടെ എത്തി എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ, ഇത് ശ്രദ്ധിക്കുന്നവർ, ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്നവർ. ഞങ്ങൾ എത്തുന്ന ദിവസങ്ങളിൽ അമ്മ കൂടുതൽ സമയവും ഞങ്ങളോടൊപ്പമായിരുന്നു. അത് ഗൃഹസ്ഥ മക്കളുടെ ഇടയിൽ അസൂയ വളരാൻ കാരണമായി എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അമ്മയ്ക്ക് ഞങ്ങളോടാണ് കൂടുതൽ സ്നേഹമെന്നും അവരെയൊന്നും വേണ്ടത്ര ഗവനിക്കുന്നില്ലെന്നുമുള്ള പരാതികൾ കൂടി വന്നു. ഒരു ദിവസം ഗൃഹസ്ഥ മക്കളിൽ ചിലർ കൂട്ടായി ചെന്ന് അമ്മയുടെ മുന്നിൽ പരാതി ബോധിപ്പിച്ചു. ഈ കോളേജ് കുട്ടികൾ വന്ന ശേഷം കുഞ്ഞിനെ ഞങ്ങൾക്ക് തീരെ കിട്ടാതായി. അന്ന് കുഞ്ഞെന്നും അമ്മയെന്നും അമ്മച്ചി കുഞ്ഞെന്നും ഒക്കെ ഭക്തന്മാർ അമ്മയെ സംബോധന ചെയ്തിരുന്നു. ചിലപ്പോൾ അമ്മ കുഞ്ഞിന്റെ സ്വഭാവം കാണിക്കും, മറ്റു ചിലപ്പോൾ അമ്മയുടെയും ദേവിയുടെയും ഒക്കെ ഭാവത്തിലായിരിക്കും. ജഗന്മാതാവിന്റെ അവതാര ലീലകളെ പറ്റി ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചു. ഭക്തി കൊണ്ടല്ല, കുഞ്ഞിന്റെ സ്നേഹത്തിനാണ് അവർ വരുന്നത്. ഭക്തി അഭിനയിക്കുന്ന ഈ കോളേജ് കുട്ടികൾക്ക് അമിത പ്രാധാന്യം നൽകരുത് എന്ന കാര്യവും അവർ അമ്മയോട് പറയാൻ മടിച്ചില്ല. അടുത്ത ദിവസം മുതൽ അമ്മ ഞങ്ങളോട് തീരെ മിണ്ടാതായി, ഒന്ന് നോക്കുക പോലും ചെയ്യാതായി. ഞങ്ങൾ നമസ്കരിക്കുമ്പോൾ പോലും മറ്റെവിടെയെങ്കിലും നോക്കിയിരിക്കും, അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കും. അതുമല്ലെങ്കിൽ മറ്റുള്ള ആരെയെങ്കിലും അടുത്ത് വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അനേക ദിവസങ്ങൾ കഴിഞ്ഞു. ഗൃഹസ്ഥ മക്കൾക്ക് വളരെ സന്തോഷമായി. ഭാവദർശന സമയങ്ങളിൽ പോലും അമ്മ ഞങ്ങളെ ഗവനിക്കാതായി. മിണ്ടില്ല, ചിരിക്കില്ല, നോക്കില്ല. കാര്യമെന്തെന്നറിയാതെ ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. അമ്മയെ കാണാൻ എത്തുമ്പോൾ പലപ്പോഴും ആഹാരമൊന്നും കഴിക്കാതെയാണ് വരാറുള്ളത്. അമ്മ തന്നെ വന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കും. പക്ഷേ ഇപ്പോൾ നിർബന്ധിക്കാൻ ആളില്ല, അതുകൊണ്ട് പട്ടിണിയായി. അമ്മയുടെ ഈ അവഗണന ഞങ്ങളെ വല്ലാതെ തളർത്തി. ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. കുളിക്കാനും കഴിക്കാനും ഉറങ്ങാനും ഒക്കെ മറന്നു. ദിവസങ്ങൾ അനവധി കടന്നുപോയി. ആരും കാണാതെ ഏകാന്തതയിലിരുന്ന് കരഞ്ഞു. ആരും കാണാതെ
ഏകാന്തതയിൽ ഇരുന്ന് കരഞ്ഞു. പക്ഷേ അമ്മയെ കാണാനായി പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ആശ്രമത്തിൽ ചെന്നപ്പോൾ അമ്മ കളരിമുറ്റത്തുള്ള തെങ്ങിൻ തോപ്പിലായി. ഗൃഹസ്ഥ മക്കളെല്ലാം അമ്മയെ പൊതിഞ്ഞിരിക്കുന്നു. എല്ലാവരും അമ്മയുടെ കുസൃതികൾ കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. അത് ദൂരെ നിന്ന് പ്രതിമ കണക്കെ ഞങ്ങൾ നോക്കി നിന്നു. ഞങ്ങൾ സാവധാനം നടന്നു ചെന്നു. നമസ്കരിച്ചിട്ട് കളരിക്കുള്ളിൽ കയറി വാതിലടച്ചിരുന്നു. കവിളുകളെ തഴുകി ഒഴുകിയ കണ്ണുനീർ തുള്ളികളിലും അമ്മയുടെ വാത്സല്യത്തിന്റെ മാധുര്യം നിറഞ്ഞിരുന്നു. സുന്ദരമായ ഒരു വരിയാണ്, ഒരു കവിതയിലെ വരി പോലെ. ഞാൻ ഒന്നുകൂടി അത് വായിക്കാം. കവിളുകളെ തഴുകി ഒഴുകിയ കണ്ണുനീർ തുള്ളികളിലും അമ്മയുടെ വാത്സല്യത്തിന്റെ മാധുര്യം നിറഞ്ഞിരുന്നു. പെട്ടെന്ന് അമ്മ വാതിൽ തുറന്ന് അകത്തു വന്നു. ഇരു കരങ്ങളും കൊണ്ട് ഞങ്ങളെ അണച്ചു പിടിച്ചു. അമ്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ആർക്കും മിണ്ടാൻ കഴിഞ്ഞില്ല. വാക്കുകളേക്കാൾ എത്ര ശക്തമാണ് മൗനഭാഷ എന്നറിഞ്ഞ നിമിഷങ്ങൾ. ഏറെ നേരത്തെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അമ്മ തന്നെ സംസാരിച്ചു തുടങ്ങി. മക്കൾക്ക് അമ്മയോട് പിണക്കമാണോ? മക്കളെ വേദനിപ്പിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. എന്റെ മക്കളുടെ സമർപ്പണം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഇത് വേണ്ടി വന്നു. മക്കളുടെ ഹൃദയം വേദനിച്ചപ്പോൾ തകർന്നത് അമ്മയുടെ ഹൃദയമായി. മക്കളോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഇവിടെ വരുന്നത് എന്നാണ് പലരുടെയും ധാരണ. അല്ലാതെ ഭക്തിയും വിശ്വാസവും ഒന്നും ഉണ്ടായിട്ടല്ല എന്നാണ് ഇവരുടെ പക്ഷം. എന്റെ മക്കളുടെ നിഷ്കളങ്കത ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ അമ്മയ്ക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ എത്ര ക്രൂരമായി പെരുമാറിയാലും എന്റെ മക്കൾ വീണ്ടും വരുമെന്ന് അമ്മയ്ക്കറിയാം. എന്നാൽ ഒരു ദിവസം മിണ്ടാതിരുന്നാൽ ഇവിടെ വരുന്ന പല മക്കളും പിന്നീട് വരാതാവും. അമ്മ ഈ കാര്യങ്ങൾ അവരെല്ലാം കേൾക്കെ തന്നെ പറഞ്ഞു. അമ്മയെ കുഞ്ഞ എന്ന് വിളിച്ചവരുടെ മുന്നിൽ അമ്മയ്ക്ക് കുഞ്ഞായി തന്നെ അഭിനയിക്കേണ്ടി വരും. അമ്മയുടെ ഏത് ഭാവവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്നറിഞ്ഞ് അമ്മയുടെ കരവലയങ്ങൾക്കുള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന ബോധം ഒരിക്കൽ കൂടി അമ്മ ഉറപ്പിച്ചു തന്നു. എന്നാൽ അതിനുശേഷം അധികം വൈകാതെ അസൂയക്കാരായ പല ഗൃഹസ്ഥ മക്കൾക്കും അമ്മയെ പിരിയേണ്ടി വന്നു. അമ്മ പറയാറുണ്ട്, മക്കളെ, മനഃശുദ്ധി ഇല്ലാത്തവർക്ക് അധികം നാൾ ഇവിടെ കഴിയാനാവില്ല. ഇത് അമ്മയുടെ കണ്ണുനീർ വീണ് നനഞ്ഞ ഭൂമിയാണ്. ഇത് അമ്മയുടെ കണ്ണുനീർ വീണ് നനഞ്ഞ ഭൂമിയാണ്. ഇവിടുത്തെ മണൽത്തരിയിൽ പോലും മന്ത്രത്തിന്റെ സ്പന്ദനങ്ങളുണ്ട്. ഇത് നിസ്വാർത്ഥതയുടെ കേന്ദ്രമാണ്. നിഷ്കളങ്ക ഹൃദയങ്ങൾക്കുള്ള മണ്ണാണിത്. ദുഃഖിക്കുന്നവർക്കുള്ള ആശാ കേന്ദ്രമാണിവിടം. അഹങ്കാരം വളർത്താനുള്ള സ്ഥാനമല്ല. ഇവിടുത്തെ പരിശുദ്ധി നിലനിർത്തുന്നതിന് തടസ്സം നിൽക്കുന്നവർക്കൊക്കെ അകലേണ്ടി വരും. അമ്മയുടെ പ്രവചനം വായിച്ചപ്പോൾ നമുക്ക് രോമാഞ്ചം. അമ്മയുടെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീട് ബോധ്യമായി. മഹാത്മാക്കളുടെ സന്നിധിയിലെങ്കിലും നാം സ്വാർത്ഥത മറന്ന് ഒരമ്മ മക്കളായി ഒരുമിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ക്രമേണ ലോകം മുഴുവൻ തന്റേതായി കണ്ട് സ്നേഹിക്കാൻ നമുക്ക് മനസ്സുണ്ടാകുമ്പോൾ അമ്മയാകുന്ന കൃപാ സിന്ധു നമ്മെ സച്ചിദാനന്ദ സമുദ്രത്തിലെത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി ആ പുസ്തകത്തിലെ മനോജ്ഞമായ ആ ലേഖനം പൂർണ്ണമാക്കുന്നത്. ആധ്യാത്മികതയിൽ അവരെത്രയോ വർഷങ്ങൾക്ക് മുൻപ് അനുഭവിച്ച ഒരു പരമസത്യത്തിന്റെ സംസാരിക്കുന്ന വരികളാണ് നിങ്ങൾ കേട്ടത്. ഞാനൊരു പോസ്റ്റ്മാൻ മാത്രമാണ്. സ്വാമിജി എഴുതിയത് വായിച്ച് നിങ്ങളിൽ എത്തിച്ചു എന്നേ ഉള്ളൂ. സ്വാമിജിയുടെ സാന്നിധ്യം പലപ്പോഴും നമ്മുടെ യജ്ഞവേദികളെ, പ്രത്യേകിച്ച് അയ്യപ്പ സത്രം പരവൂരിൽ നടക്കുമ്പോൾ അദ്ദേഹം എറണാകുളത്ത് വലിയ തിരക്കിൽ നിന്ന് ഓടിയാണ് കൊല്ലം, പരവൂർ, കുഴിക്കരത്താഴം, കുറുമണ്ടൽ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തി
ഉദ്ഘാടനം നടത്തിയത്. ഞാനത് ഒരിക്കലും മറക്കില്ല. സന്യാസിമാരുടെ ത്യാഗം നമുക്കറിയില്ല. അത് പറഞ്ഞപ്പോ തന്നെ ആരാധ്യനായ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിന്റെ മഠാധിപതി സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ വത്സല ശിഷ്യൻ ബോംബെ ബദലാപൂർ ആശ്രമത്തിന്റെ അധിപതി കൃഷ്ണാനന്ദ സ്വാമിജിയും എത്തി. സന്തോഷം സ്വാമിജി, നമസ്കാരം. കഴിഞ്ഞ മാർച്ച് 11-ാം തീയതി അങ്ങയുടെ സന്നിധാനത്തിൽ ബോംബെയിൽ എത്തിയത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ വീണ്ടും മകരമാസത്തിൽ മഹാരാഷ്ട്രയിൽ എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങേ ദർശിക്കും. സ്വാമിജിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം പകരുന്നു. സ്വാമിജി ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ റാന്നി വെച്ചൂച്ചിറ പരുവ മഹാദേവ ക്ഷേത്രത്തിൽ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി, ആരാധ്യനായ ഞങ്ങൾക്കൊക്കെ ഗുരുസ്ഥാനീയനായ മാതൃഭൂമിയുടെ എല്ലാമായിരുന്ന വെച്ചൂച്ചിറ മധുസാറിന്റെ ക്ഷണപ്രകാരം എത്തിയ സന്ദർഭം. ഒട്ടേറെ യജ്ഞങ്ങളിൽ അമ്മയുടെ മഹത്വം സ്വാമിജി ബോംബെയിലേക്ക് വെൽക്കം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിശ്ചയമായും മകരമാസത്തിൽ എത്തി അങ്ങയെ കൂടി ഒരു വലിയ പരിപാടിയിൽ ഷിർദിയില് സംബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിജി ആധ്യാത്മിക പാതയിലേക്ക് നമ്മളെ നയിക്കുന്നതിലും കൊയ്പ്പള്ളിക്കാരായ്മ മാവേലിക്കര ക്ഷേത്രത്തിൽ എത്തിയപ്പോ അവിടെ ഇരുന്ന ലളിതാ സഹസ്രനാമം അന്ന് ജപിച്ചതാണ് പൂർണ്ണസമയ ആധ്യാത്മിക പ്രവർത്തകനായി മാറിയതിന്റെ പിന്നിലെന്ന് സ്മരിക്കുന്നു. കൃഷ്ണാനന്ദ സ്വാമിജിയെ കണ്ടു കഴിഞ്ഞാണ് ആ കാലഘട്ടത്തിൽ അത്യാനന്ദ സരസ്വതി സ്വാമിജിയെയും കാണുന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എല്ലാ ഗുരുക്കന്മാരെയും ഒന്ന് തന്നെ എന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായി. സ്വാമിജി ഓക്കെ എന്ന് എഴുതിയിട്ടുണ്ട്. പ്രത്യേക നമസ്കാരം. സ്വാമിജിയുടെ ഓരോ ദിവസത്തെ പോസ്റ്റുകളും അവിടെ നടത്തുന്ന കർമ്മങ്ങളും ഒക്കെ ഭാഗവത കുടുംബത്തിലെ അംഗങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. കൃഷ്ണാനന്ദ സ്വാമിജിക്ക് പാദങ്ങളിൽ നമസ്കാരം. അമ്മയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ സ്വാമിജി ധാരാളം ഉദ്ഘോഷിക്കാറുണ്ട്. എല്ലാ ഗുരുക്കന്മാരെയും ഒന്നായി കാണുവാനും ഈശ്വരീയ ധർമ്മത്തിന്റെ പവിത്രത നേടുവാനും ഒക്കെ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ലോകത്ത് ഉണ്ടാകുന്നതിന് പ്രവർത്തിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ. വി കെ കൃഷ്ണമേനോന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കൃഷ്ണാനന്ദ സ്വാമിജി. 14 ഭാഷാ സ്വാമിജി സംസാരിക്കും. ഈ പ്രായത്തിലും ഊർജ്ജസ്വലനായി എത്രയോ ഏക്കർ സ്ഥലത്തെ ആശ്രമ പ്രവർത്തനങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നു. സ്വാമിജി അമ്മയുടെ ഈ ചടങ്ങിലെ ഗുരുദർശനത്തിൽ സംബന്ധിച്ചതിന് പ്രത്യേക നമസ്കാരം. ഇപ്പോഴും ഞങ്ങളൊക്കെ ഒരു അച്ഛനെ പോലെ കാണുന്ന സ്വാമിജിയാണ് കൃഷ്ണാനന്ദ സ്വാമിജി എന്ന് കൂടി നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഞാനും ഭുവനേന്ദ്രൻജിയും കൂടിയൊക്കെ അവിടെ എത്തിയപ്പോ ഞങ്ങളെ ഇരുത്തി ഭക്ഷണം ഒരു അമ്മയെ പോലെ വിളമ്പി തന്ന മഹാസങ്കല്പം അവിടെ നമ്മൾ ഓർത്തു. ത്വമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. അമ്മയെ പോലെയും ഗുരുക്കന്മാരെ അച്ഛനെ പോലെയും കാണാൻ സാധിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുന്നു. നേരത്തെ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയതുപോലെ അനുഭവം അന്ധവിശ്വാസമല്ലല്ലോ. അനുഭവമില്ലാത്തവർക്ക് എന്തും പറയാം. ക്ഷീരമുള്ള ഒരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതുകൊണ്ടാണ് സ്വാമിജി എഴുതിയത് അനുഭവത്തിന് അന്ധവിശ്വാസമില്ലല്ലോ എന്ന്. ഒരു നിരീശ്വരവാദിയുടെ മനം മാറ്റം എന്ന സ്വാമിജിയുടെ അധ്യായം കൂടി നമുക്ക് നോക്കാം. മഹാഗുരുക്കന്മാരെ മനുഷ്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരെ നമുക്ക് ചുറ്റും കാണാം. സത്യമാണ്. ആൾ ദൈവങ്ങൾ എന്നാണ് വിഡ്ഢികൾ പറയുക. സകലതും ദൈവമാണെന്ന് അറിഞ്ഞവർ മനുഷ്യരെ കാണുന്നില്ല, ദൈവത്തെ മാത്രം എവിടെയും കാണുന്നു. ചരാചരങ്ങളിലെല്ലാം തൂണിലും തുരുമ്പിലും വൃക്ഷത്തിലും വിഷപ്പാമ്പിലും എല്ലാം ഈശ്വര ശക്തി തുടിക്കുന്നുവെന്ന് അനുഭവിച്ചവർക്ക് പ്രപഞ്ചം തന്നെ ഈശ്വരമയമായി തോന്നുന്നു. അവിടെ മഞ്ഞു തുള്ളിയും മഹാസമുദ്രവും രണ്ടും അപ്രത്യക്ഷമാകും. ബ്രഹ്മസമുദ്രത്തിൽ അറിയുന്ന ആളും അറിയപ്പെടുന്ന വസ്തുവും അറിവും എല്ലാം ഒന്നായി ചേരുന്നു. സകലതിനും സാക്ഷിയായ ആത്മസ്വരൂപമാണ് താനെന്നറിഞ്ഞ ജ്ഞാനിക്ക് ശരീരം താനാണെന്ന തോന്നലില്ല. അവർക്ക് ശരീരമുണ്ടെന്ന് കൽപ്പിച്ചത് മറ്റുള്ളവരാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച പോലെ ഭക്തന്മാർക്ക് തോന്നി. പക്ഷേ കൃഷ്ണവർണ്ണമുള്ള ശരീരത്തിൽ ലീലയാടുമ്പോഴും ഭഗവാൻ എവിടെയും നിറഞ്ഞു നിൽക്കുന്നുവെന്ന് സ്വയം അറിഞ്ഞിരുന്നു. ശരീരത്തിന്റെ പരിമിതി
ഭഗവാന്റെ സർവവ്യാപിത്വത്തെ തടയുന്നില്ല. സാധാരണക്കാർക്ക് ഭാവന ചെയ്യാൻ പോലും സാധിക്കാത്തതാണ് ജ്ഞാനിയുടെ അനുഭവങ്ങൾ. എന്നിട്ടും തങ്ങളുടെ കൊച്ചു ബുദ്ധി കൊണ്ട് അവരെ അളക്കാൻ മനുഷ്യർ വിഫല ശ്രമം നടത്തുന്നു. നമസ്കാരം കിരൺ കലാഞ്ജലി. പാണ്ഡിത്യത്തിന്റെ ഗർവിൽ ഒരിക്കലും അറിയാൻ സാധിക്കാത്തതാണ് ആത്മസ്വരൂപനായ ഈശ്വരൻ. ആ സെന്റൻസ് ഒന്നുകൂടെ വായിക്കാം. പാണ്ഡിത്യത്തിന്റെ ഗർവിൽ ഒരിക്കലും അറിയാൻ സാധിക്കാത്തതാണ് ആത്മസ്വരൂപനായ ഈശ്വരൻ. ഒരിക്കൽ വടക്കൻ കേരളത്തിൽ നിന്നെത്തിയ ചില ബന്ധുക്കളെ പൂർവാശ്രമത്തിൽ വെച്ച് കാണാനിടയായി. അവരിൽ ഒരാളാണെങ്കിൽ കടുത്ത നിരീശ്വരവാദി, കാറൽ മാർക്സിന്റെ ആരാധകൻ. അയാൾ കമ്മ്യൂണിസത്തെ കുറിച്ചും യുക്തിയുദ്ധയെ കുറിച്ചും എല്ലാം ദീർഘനേരം സംസാരിച്ചു. അമ്മയെ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എതിർത്തു. പക്ഷേ അനുഭവങ്ങളെ വാക്കുകളിൽ വിവരിക്കാനാവാതെ ഞാൻ കുഴങ്ങി. ആധ്യാത്മികതയുടെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ജീവിത വീക്ഷണത്തെ ആകമാനം മാറ്റിമറിക്കുവാൻ ശക്തമായ ഈശ്വര പ്രേമത്തിന്റെ ഉന്മാദ ലഹരിയെ കുറിച്ച് എത്ര പറഞ്ഞിട്ടും അയാൾക്ക് വിശ്വാസമായില്ല. മനുഷ്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന രീതി അയാളും തുടർന്നു. അമ്മയെ കുറിച്ച് എത്ര പറഞ്ഞിട്ടും എന്റെ മനസ്സിനും തൃപ്തിയായില്ല. അവസാനം ഞാൻ അമ്മയോട് തന്നെ പ്രാർത്ഥിച്ചു, അമ്മയുടെ അനന്ത മഹിമകൾ വർണ്ണിക്കുവാൻ ഇവൻ അശക്തനാണ്. അവിടുന്ന് തന്നെ അത് ഇയാൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ. പിന്നീട് ഒരു ദിവസം അമ്മയെ നേരിൽ കണ്ടപ്പോൾ വീണ്ടും ഇക്കാര്യം ഓർമ്മിപ്പിച്ചു. അയാളെ ശിക്ഷിക്കണമെന്ന് പോലും പറയാൻ ഞാൻ മടിച്ചില്ല. അത് കേട്ട അമ്മ ഏറെ നേരം ചിരിച്ചു. അമ്മ പറഞ്ഞു, മോനെ, ഈശ്വരന്റെ ശിക്ഷ കിട്ടാൻ പോലും പൂർവജന്മ സംസ്കാരമാണ്. അമ്മയെ അവിശ്വസിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും ഒക്കെ ശിക്ഷിക്കാൻ അമ്മയ്ക്ക് ഉദ്ദേശമില്ല. അവരെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യിച്ച് പുണ്യാത്മാക്കളാക്കി മാറ്റാനാണ് അമ്മ ശ്രമിക്കുന്നത്. അമ്മയുടെ അവതാര ഉദ്ദേശത്തെ വ്യക്തമാക്കുന്നവയായിരുന്നു ആ വാക്കുകൾ. ഞാൻ ആ സംഭവം മറന്നു. മാസങ്ങൾ പലത് കഴിഞ്ഞു. നിരീശ്വരവാദിയായ ആ വ്യക്തിയെ വീണ്ടും ഞാൻ കണ്ടുമുട്ടാൻ ഇടയായി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആളാകെ മാറിയിരിക്കുന്നു. നെറ്റിയിൽ ചന്ദനക്കുറി, വെള്ള വസ്ത്രം, കയ്യിൽ രക്ഷാകവചം കിട്ടിയിരിക്കുന്നു. എന്താ ഇത്? എന്ത് സംഭവിച്ചു? ഞാൻ അതിശയത്തോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. വിളറിയ ചിരിയോടെ അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ജ്യോതിഷ് തിരുവാമ്പാടിക്കും തമ്പാൻ വെള്ളിയോട്ടിനും നമസ്കാരം. ഞാൻ വീണ്ടും നിർബന്ധിച്ചു. ഞാൻ വിടാൻ ഭാവമില്ലെന്ന് കണ്ടപ്പോ അയാളെല്ലാം തുറന്നു പറയാൻ തയ്യാറായി. മാസങ്ങൾക്ക് മുമ്പ് അമ്മയെ വിമർശിച്ചിട്ട് പോയതിനു ശേഷമുണ്ടായ സംഭവം വിവരിച്ചു. സമയം രാത്രി 1 മണി കഴിഞ്ഞിട്ടുണ്ടാവണം. അയാൾ ഒരു ദൂരയാത്ര കഴിഞ്ഞ ധൃതിയിൽ തന്റെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. രാത്രിയിൽ ടൗണിൽ നിന്നുള്ള ബസ് കിട്ടാതെ വന്നതുകൊണ്ട് പാടത്ത് കൂടിയുള്ള കുറുക്കു വഴിയെ നടന്നു. ആ വഴി വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. പക്ഷേ പലതവണ നടന്നു. പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് വേഗം വീട്ടിലെത്താൻ വിഷമമില്ല. ചുറ്റിനും കട്ട പിടിച്ച ഇരുട്ട്. തന്റെ കയ്യിലുള്ള ടോർച്ചിന്റെ മങ്ങിയ വെളിച്ചത്തിലെ വഴി പോലും വ്യക്തമാകുന്നില്ല. ചന്ദ്രന്റെ വെളിച്ചത്തിൽ കുറച്ചുകൂടി വ്യക്തമായി വഴി കാണാൻ സാധിക്കുന്നുണ്ട്. പാടത്തിന്റെ അരികിലൂടെ ഒഴുകുന്ന തോട് കടന്നു വേണം പോകുവാൻ. വിഷപ്പാമ്പുകളുള്ള സ്ഥലമാണ്. തോട്ടിലിറങ്ങിയപ്പോൾ മറ്റാരോ കൂടി തന്നെ അനുഗമിക്കുന്നതായി തോന്നി. തിരിഞ്ഞു നോക്കി. തൂവെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ രൂപം. അരണ്ട വെളിച്ചത്തിൽ മുഖം മാത്രം വ്യക്തമല്ല. ടോർച്ച് തെളിച്ച് നോക്കിയപ്പോൾ ആരും ഉള്ളതായി കണ്ടില്ല. അരണ്ട നിലാവെളിച്ചത്തിൽ തോന്നിയതാകണമെന്ന് ആശ്വസിച്ച് നടന്നു. പിന്നിൽ കാലടി ശബ്ദം കേട്ട് വീണ്ടും തിരിഞ്ഞു നോക്കി. വീണ്ടും അതേ രൂപം നിൽക്കുന്നതായി തോന്നി. ടോർച്ച് തെളിച്ചുകൊണ്ട് അയാൾ രൂപം കണ്ട സ്ഥലത്തേക്ക് നടന്നെടുത്തു. അപ്പോൾ ആ സ്ത്രീ രൂപം മറ്റൊരിടത്ത് ദൃശ്യമായി. അവിടെയും ചെന്ന് നോക്കി. അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും രൂപത്തിന്റെ സ്ഥാനം മാറുന്നു. അവിടെയെല്ലാം കുറെ സമയം കറങ്ങി. അല്പവും ഭയം തോന്നിയില്ല. വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഉറക്കമായി കഴിഞ്ഞിരുന്നു. മുകളിലത്തെ നിലയിലുള്ള തന്റെ മുറി മാത്രം പൂട്ടാറില്ല. പാർട്ടി ഓഫീസിലെ കണക്ക് ബുക്കുകൾ ആരോ കൊണ്ടുവച്ചിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അതൊന്ന് മറിച്ചു നോക്കാനായി കസേരയിൽ ഇരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്.
അയാളുടെ മുഖഭാവം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഭയം കൊണ്ട് മുഖം ചുവക്കുന്നു, കൈ വിറയ്ക്കുന്നുമുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ അക്ഷമനായി ചോദിച്ചു. അയാൾ കഥ തുടർന്നു. ഒരു വലിയ അലർച്ച കേട്ട് വീട്ടുകാരും അയൽവാസികൾ പോലും ഉണർന്നു. എല്ലാവരും ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിയെത്തി. അയാൾ ബോധരഹിതനായി കിടക്കുന്നു. കയ്യിലിരിക്കുന്ന ബൈൻഡ് ചെയ്ത കണക്ക് ബുക്ക് പപ്പടം പോലെ പൊടിഞ്ഞമർന്ന് കിടക്കുന്നു. ശവം പോലെ നിലത്ത് കിടന്ന അയാളെ ചിലർ താങ്ങിയെടുത്ത് കട്ടിലേക്ക് കിടത്തി സ്പൂൺ കൊണ്ട് പല്ലുകൾ അകറ്റി വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ കണ്ണു തുറന്നു. സാവധാനം കിടക്കയിൽ തന്നെ എഴുന്നേറ്റിരുന്നു. ധൈര്യം സംഭരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ട് ഭയന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആളുകൾ പിരിഞ്ഞു. വീണ്ടും അലർച്ച കേട്ട് എല്ലാവരും തിരികെ വന്നു. ബോധം വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അയാൾ വിശദീകരിച്ചു. കണക്ക് ബുക്ക് പരിശോധിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഞെട്ടി. കുറ്റിക്കാട്ടിൽ കണ്ട രൂപം തൊട്ട് മുന്നിൽ. ഒരലർച്ചയോടെ ബോധരഹിതരായി. വീണ്ടും ഇത്തവണ അത് കുറച്ചുകൂടി വ്യക്തമായി കണ്ടു. പിന്നെ നടന്നതൊന്നും ഓർക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും അന്ന് തന്നെ പലതവണ അയാൾ ഭയന്നു. ഉറങ്ങാൻ സാധിക്കുന്നില്ല. ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു മാറ്റവും കണ്ടില്ല. പകൽ സമയത്ത് പോലും കണ്ണടയ്ക്കാൻ ഭയം. ഉറങ്ങാതെ കുറെ ദിവസങ്ങൾ അയാൾ കഴിച്ചു. ഗത്യന്തരമില്ലാതെ പല മന്ത്രവാദികളെയും കണ്ടു. ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ദേവി ഉപാസകനായ ഒരു തന്ത്രിയെ കാണാനിടയായി. അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഇത് ദേവി സാന്നിധ്യമാണ്. മന്ത്രവാദം ചെയ്ത് പണം കളയണ്ട. ദേവി പ്രീതിക്കായി പ്രാർത്ഥന നടത്തുക മാത്രമാണ് പരിഹാരമാർഗം. അങ്ങനെ ഒരു ദേവീ ക്ഷേത്രത്തില് 41 ദിവസം ഭജനമിരുന്നു. അപ്പോൾ ആശ്വാസം കണ്ടു തുടങ്ങി. അതിനുശേഷം തന്ത്രി തന്നെ ഒരു രക്ഷ എഴുതി കെട്ടിക്കൊടുത്തു. പക്ഷേ അത് അഴിച്ചു മാറ്റുമ്പോ വീണ്ടും പഴയ സ്ഥിതിയിലാകുന്നു എന്നത് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അയാളുടെ കഥ കേട്ടപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. അപ്പോൾ തന്നെ ഞാൻ അയാളെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇത്തവണ അയാൾ തടസ്സം പറഞ്ഞില്ല. വള്ളിക്കാവിലെത്തി കടത്ത് കിടക്കുമ്പോ കളരിക്ക് മുമ്പിൽ നടക്കുന്ന ഭക്തിഗാന അമൃതം കാതുകളിൽ വന്ന് അലയടിച്ചു. കളരിയുടെ മുന്നിൽ ഭജനാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന അമ്മയെ കണ്ട അയാൾ ഞെട്ടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തു പറ്റി? എന്തിനാണ് ഭയക്കുന്നത്? ഞാൻ ചോദിച്ചു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അയാൾ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ കാണാറുള്ള രൂപം. അയാൾ ഓടിച്ചെന്ന അമ്മയുടെ പാദങ്ങളിൽ വീണ് ക്ഷമാപണത്തോടെ പൊട്ടിക്കരഞ്ഞു. അമ്മ അയാളെ മടിയിൽ കിടത്തി തലോടി. കയ്യിൽ കെട്ടിയിരുന്ന പൂജിച്ച തകിട് അഴിച്ചു മാറ്റി. മോൻ ഇനിയും ഇത് ധരിക്കേണ്ട ആവശ്യമില്ല. മോൻ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. അവനവനിലെ അഹങ്കാരത്തെയാണ് ഭയക്കേണ്ടത്. ഭക്തിഭാവം കൊണ്ട് ഭയത്തെ മറികടക്കാൻ മോനെ. മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകർക്കുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകർക്കുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. അതുകൊണ്ട് മോൻ മറ്റുള്ളവർക്ക് ശാന്തി കിട്ടാനുള്ള കർമ്മങ്ങൾ ചെയ്യുക. തന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് ക്ഷേത്രങ്ങളോ മറ്റ് ആരാധനാലയങ്ങളോ ആവശ്യമില്ല. ഈശ്വരൻ തന്നെ അവരെ സേവിക്കാൻ എത്തും. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും നിസ്വാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അമ്മ നിരീശ്വരവാദിയോട് പറഞ്ഞത്, ഇപ്പോൾ ഭക്തി കൊണ്ട് അമ്മയിൽ എത്തിയ ആളിനോട് പറഞ്ഞത്, സ്വാമിജി എഴുതിയ ആ വരികൾ ഞാൻ ഒന്നുകൂടി വായിക്കാം. തന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് ക്ഷേത്രങ്ങളോ മറ്റ് ആരാധനാലയങ്ങളോ ആവശ്യമില്ല. ഈശ്വരൻ തന്നെ അവരെ സേവിക്കാൻ എത്തും. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും നിസ്വാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. തന്റെ കുടുംബത്തെക്കാൾ കൂടുതലായി സമൂഹത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. തന്റെ കുടുംബത്തെക്കാൾ കൂടുതലായി സമൂഹത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. സകലതിലും ഈശ്വരനെ ദർശിച്ച മഹാത്മാക്കൾ മാത്രമാണ് ശമ്പളം പറ്റാതെ ലോകത്തെ സേവിച്ചിട്ടുള്ളത്. സമത്വ ബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സേവനം സാധ്യമാകുന്നത്. സകലരെയും ഈശ്വരനായി കാണാനുള്ള പരിശീലനമാണ് ആശ്രമങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും മറ്റും ലഭിക്കുന്നത്. മനുഷ്യ മനസ്സിനെ വിശാലതയിലേക്ക് കൊണ്ടുപോകുന്ന ഈശ്വര വിശ്വാസവും ആരാധനയും
സാധാരണക്കാർക്ക് ആവശ്യമാണ്. അമ്മയുടെ വാക്കുകൾ അയാളെ ഒരു ഉത്തമ ഭക്തനും സാമൂഹ്യ സേവകനുമാക്കി മാറ്റി. ഭഗവാന് ഭക്തനോട് കാരുണ്യം വരാറുള്ളത് സാധാരണമാണ്. എന്നാൽ ദുഷ്ടന്മാരെന്ന് നാം കരുതുന്നവരോട് പോലും അമ്മ അതേ കാരുണ്യം കാണിക്കുന്നത് കണ്ട് ഞാൻ അമ്പരന്നിട്ടുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവരോട് സ്നേഹം കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മെ അധിക്ഷേപിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമല്ല. എന്നാൽ തന്നെ സ്നേഹിക്കുന്നവരിലും ദ്വേഷിക്കുന്നവരിലും ഒരുപോലെ സ്നേഹം വർഷിക്കുക എന്നതാണ് അമ്മയുടെ സഹജ സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാമിജി അമൃതസ്മരണകൾ എന്ന പുസ്തകത്തിലെ ആ ഭാഗം പൂർണ്ണമാകുന്നു. ഗുരുവാരമായ വ്യാഴാഴ്ച, പോരാടം നക്ഷത്രം, പഞ്ചമി തിഥി, വൃശ്ചികം 4, നവംബർ 19. ഇന്നത്തെ രാത്രിയുടെ 2ാം യാമം ആരംഭിക്കുന്ന പുണ്യവേളയിൽ നമുക്ക് അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാം, ഗുരു പരമ്പരയെ നമസ്കരിക്കാം, നമ്മുടെ മാതാപിതാക്കളെ സ്മരിക്കാം, നമ്മുടെ പൂർവികന്മാരെ ഓർക്കാം. വരുന്ന നാളുകൾ സമ്പന്നവും സമ്പൂർണവും സമൃദ്ധവുമാകാൻ ഒരു പരമ്പര നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ അവദാനം വാഴ്ത്തുന്ന 95ാമത്തെ ദിവസം, ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗത്തിന്റെ 246ാം ദിവസം, ഗൾഫിൽ ഇരുന്നു കൊണ്ട് ഇത് അപ്പോഴപ്പോൾ ജനങ്ങളിൽ എത്തിക്കുന്ന ജിനീഷ്, അതുപോലെ ഞങ്ങളുടെ ഭാഗവത കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും, അമ്മയുടെ അമൃത കുടുംബത്തിലെ അംഗങ്ങളും എല്ലാവരും ആ മഹാസത്സംഗത്തെ സ്വീകരിച്ച് ഈശ്വരീയമായ ധർമ്മത്തിന്റെ പവിത്രതയിൽ നമുക്കൊക്കെ പ്രവർത്തിക്കാനും അനുഭവിക്കാനും കിട്ടുന്ന സമയങ്ങളെ സൗകുമാര്യമാക്കാൻ, തേജോമോഹനമാക്കാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ പറഞ്ഞതുപോലെ, സ്വാമിജി എഴുതിയതുപോലെ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളെ പറ്റി ഒരാൾ നമുക്ക് ഇഷ്ടമല്ലാത്തത് ഒന്ന് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അവരിൽ നിന്നും ബന്ധം വിട്ട് അകലുന്ന ഒരു കാലമാണ്. നമ്മളൊക്കെ അത്രേ ആയിട്ടുള്ളൂ. എന്റെയൊക്കെ കാര്യം അങ്ങനെയാണ്. സ്വാമിജി കൃഷ്ണാനന്ദ സ്വാമിജിയും നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. പ്രത്യേക നമസ്കാരം. അപ്പൊ നമ്മളൊക്കെ അത്രേ ആയിട്ടുള്ളൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് അമ്മയുടെ വടകര മക്കളുടെ നമസ്കാരത്തില് ഞങ്ങളും പങ്കുചേരുന്നു. അമൃത നഴ്സറി വെള്ളൂർ, ധാരാളം സ്ഥാപനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ആ അമ്മയുടെ നാമധേയത്തിൽ എത്രയോ ആളുകൾ നാമം ജപിച്ചും സത്സംഗം നടത്തുന്നു. അത് ലോകം മുഴുവൻ നിറഞ്ഞു വ്യാപിച്ചിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം കുറച്ചുകാലം അമ്മയുടെ മഹത്തായ സ്മരണകൾ വാഴ്ത്താനും അറിയാനും സാധിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. ഓരോ ദിവസവും അതിലെ ആളുകൾ വർദ്ധിച്ചു വരുന്നു. ഈ 95 ദിവസങ്ങളായി, ചിങ്ങം 1 മുതൽ ഇന്ന് ഈ വൃശ്ചികം 4 ഗുരുവാരമായ വ്യാഴാഴ്ച വരെ അതിൽ പങ്കെടുത്ത എല്ലാ പുണ്യാത്മാക്കൾക്കും കോടിക്കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാളെ വീണ്ടും നമുക്ക് തുടരാം. ഒരു ദിവസം 3 ലൈവാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് അയ്യപ്പ ഭാഗവതം, 7 മണിക്ക് ചക്കുളത്തമ്മയുടെ പേജിലെ ദേവി ഭാഗവതത്തിലെ പ്രധാന വിവരങ്ങള്, 9 മണിക്ക് 95 ദിവസമായി നമ്മൾ തുടർന്നു വരുന്ന ഗുരുദർശനം അമ്മ അമൃതാനന്ദമയി ദേവി. എല്ലാവർക്കും നമസ്കാരം. ഒരുമിച്ച് നാമം ചോദിച്ച് സമർപ്പിക്കാം. സർവേഷാം സ്വസ്തിർഭവതോ, സർവേഷാം ശാന്തിർഭവതോ, സർവേഷാം പൂർണ്ണം ഭവതോ, സർവേഷാം മംഗളം ഭവതോ, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്യമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീ നാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ അമ്മ അമൃതാനന്ദമയി ദേവി തൃപ്പാദങ്ങളെ സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി തൃപ്പാദങ്ങളെ സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.